ഇപ്പോൾ വരുന്നൊരു വാർത്ത. ദേശീയപാതയിലെ കുഴിയിൽ വീണ് ഓട്ടോറിക്ഷ മറിഞ്ഞുണ്ടായ അപകടത്തിൽ പരിക്കേറ്റയാൾ മരിച്ചു. കരിങ്കല്ലത്താണി മരുതലയിലെ കിളിയച്ചൻ ഹംസയാണ് മരിച്ചത്. ഉച്ചയ്ക്ക് പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിലെ കരിങ്കല്ലത്താണി മണലുംപുറത്ത് രൂപപ്പെട്ട കുഴിയിൽ ചാടിയാണ് ഓട്ടോറിക്ഷ മറിഞ്ഞത്. ഇക്ബാൽ അറയ്ക്കലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഇക്ബാൽ അറയ്ക്കൽ, ഇപ്പോൾ മരിച്ചു എന്ന വാർത്ത നമ്മൾ സ്ഥിരീകരിക്കുകയാണ്. എങ്ങനെയാണ് ഈ അപകടമുണ്ടായത് ഇക്ബാൽ? അരുൺകുമാർ, ഇന്നലെയാണ് മണ്ണാർക്കാട് എത്തി ആളെ ഇറക്കിയതിനു ശേഷം തിരിച്ച് മലപ്പുറം ഭാഗത്തേക്ക് പോകുന്നതിനിടയിൽ ഈ പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിലെ കരിങ്കല്ലത്താണി എത്തിയപ്പോൾ ഈ മണലും പുറത്ത് ഭാഗത്ത് ദേശീയപാതയിൽ രൂപപ്പെട്ട ഒരു കുഴിയിൽപ്പെട്ട് ഹംസ ഓടിച്ചിരുന്ന ഓട്ടോറിക്ഷ മറിയുന്നത്. ഈ അപകടത്തിൽ ഹംസയ്ക്ക് ഗുരുതരമായി തന്നെ പരിക്കേറ്റിരുന്നു. ഇന്നലെ ഉച്ചയോടുകൂടിയായിരുന്നു അപകടം. പെട്ടെന്ന് തന്നെ ഹംസയെ പെരിന്തൽമണ്ണയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പക്ഷേ ചികിത്സയിലിരിക്കെ ഹംസ മരണപ്പെടുകയായിരുന്നു. 63 വയസ്സുകാരനാണ് ഹംസ. കരിങ്കല്ലത്താണി മരുതല സ്വദേശിയാണ്. ഈ പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ മലപ്പുറത്തിന് സമീപത്തായി ഇത്തരത്തിൽ നിരവധി ഭാഗത്ത് കനത്ത മഴയിൽ കുഴി രൂപപ്പെട്ടതായാണ് നാട്ടുകാർ പറയുന്നത്. പക്ഷേ ഈ കുഴി രൂപപ്പെട്ടപ്പോഴും അവിടെ ഒന്നും അപകട സൂചനകളോ അല്ലെങ്കിൽ സൂചനാ ബോർഡുകളോ ഒന്നും ആരും തന്നെ സ്ഥാപിച്ചിരുന്നില്ല. ഇന്നലെ ഈ അപകടം നടന്നതിന് ശേഷം മാത്രമാണ് പോലീസ് എത്തി അവിടെ ആ കുഴി വലിയൊരു അപകട കുഴിയാണെന്ന് കാണിച്ചുകൊണ്ടൊരു സൂചനാ ബോർഡ് സ്ഥാപിച്ചത്. നേരത്തെ അപകടത്തിന് മുമ്പ് തന്നെ അത്തരത്തിലൊരു നടപടി ഉണ്ടായിരുന്നെങ്കിൽ ഹംസയുടെ വാഹനം അറിയുകയോ അല്ലെങ്കിൽ ഹംസയുടെ ജീവൻ നഷ്ടമാവുകയോ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. വളരെ ദാരുണമായ ഒരു അപകടം ഇന്നലെയാണ് ഉണ്ടായത്. ഹംസ മണ്ണാർക്കാടേക്ക് എത്തി ആളെ ഇറക്കി തിരിച്ച് കരിങ്കല്ലത്താണി ഭാഗത്തേക്ക് പോവുകയായിരുന്നു. ആ സമയത്താണ് ദേശീയപാതയിൽ രൂപപ്പെട്ട ഈ കുഴിയിൽപ്പെട്ട് ഹംസ സഞ്ചരിച്ച വാഹനം മറിഞ്ഞ് ചികിത്സയിലാവുകയും. വിവരങ്ങൾ നൽകിയത് പാലക്കാട് നിന്നും.